നമ്മൾ വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? നമ്മൾ പാടും, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പം നമ്മൾ ഈ വാഗ്ദത്തത്തിനകത്തേക്ക് നമ്മളെ കയറ്റി കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ നല്ല വചനമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് വാഗ്ദത്തങ്ങൾ, നമ്മൾ ഈ ബൈബിളിനകത്ത് മൊത്തം നോക്കിയാൽ മുഴുവനും വാഗ്ദത്തങ്ങൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ എല്ലാ സകല വാഗ്ദത്തങ്ങളും ദൈവവചനത്തിനകത്ത് ഉവ്വെന്നും ആമേന്നുമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ നല്ല വചനത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം 119 അതിൻ്റെ 49, Psalm 119 വേഴ്സ് നമ്പർ 49 and 50 വചനം ഇങ്ങനെ പറയുന്നു, ഒരു പ്രാർത്ഥനയാണ്. റിമെമ്പർ യുവർ പ്രോമിസ് ടു മീ, ഇറ്റ് ഈസ് മൈ ഓൺലി ഹോപ്പ്. യുവർ പ്രോമിസ് റിവൈവ്സ് മീ, ഇറ്റ് കംഫർട്ട്സ് മീ ഇൻ ഓൾ മൈ ട്രബിൾസ് എന്ന് വായിച്ചേ. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. അങ്ങയുടെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, അങ്ങയുടെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാണ്. ആമേൻ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളെ ജീവിപ്പിക്കുന്നു, നമുക്ക് ആശ്വാസം നൽകുന്നു. സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്നു, നമുക്ക് അടുത്ത ദിവസം കാണുവാനായിട്ടുള്ളൊരു പ്രത്യാശ നൽകുന്നു, നമ്മളെ അടുത്ത ദിവസങ്ങൾക്കകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളുടെ വലിയ പ്രതിസന്ധിക്കകത്തു പോലും ഈ വാഗ്ദത്തം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, നമ്മുടെ പ്രോമിസസ് നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമുക്കൊരു വലിയ ബലവും ധൈര്യവും കിട്ടുന്നു അല്ലേ? ഞാനിന്ന് പറയട്ടെ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്തൊക്കെ വലിയ ഭാരത്തിൽ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ, ഇനി എന്നാ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങൾ ഉയർത്തിപ്പിടിക്കണം. കഴിഞ്ഞ ദിവസം അനുവിനോട് ഇങ്ങനെ, അനു ജോലി സ്ഥലത്ത്, അനു വർക്ക് ചെയ്യുന്നിടത്ത്, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നിടത്ത് അനുവിന് ഭയങ്കര പ്രയാസം തന്നെയാണ്. എന്നുവെച്ചാൽ അനു പഠിക്കുന്നതും അനു പ്രാക്ടീസ് ചെയ്യുന്നതും ഒന്നുമല്ല അവിടെ ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റാണ്. അനുവിൻ്റെ MTech പ്രോഗ്രാമിനകത്ത് പഠിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഇൻറ്റേൺഷിപ്പിനകത്തെല്ലാം അവർ ജോലി ചെയ്യിപ്പിക്കുന്നത്. അനുവിനൊരു പ്രകാരവും പറ്റുന്നില്ല, ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ അനുവിനോട് പറഞ്ഞൊരു കാര്യം, അനു മനഃപൂർവ്വമായിട്ട് ധൈര്യപ്പെടാൻ അനു ചെയ്ത ഒരു കാര്യമുണ്ട്. അനു ധൈര്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അനുവിൻ്റെ വാഗ്ദത്തമുണ്ട്. അനുവിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് അനു പ്രാർത്ഥിച്ച് കർത്താവ് വചനം, ഇന്നലെ അനു എനിക്ക് മെസ്സേജ് ഇട്ടപ്പം അനു പറഞ്ഞ, കർത്താവ് വചനം കൊടുത്തത്, നീ മനുഷ്യനോട് പൊരുതി നീ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ കുതിരകളോട് നീ പൊരുതും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അനുവിന് പെട്ടെന്ന് മനസ്സിലായി, അനുവിന് ഇവിടെ കിടന്ന് ഈ കാണുന്നതിനെയൊക്കെ കിടന്ന് അനു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അനുവിന് വെച്ചിരിക്കുന്ന നന്മയ്ക്കകത്ത് അനുവിന് കയറാൻ പ്രയാസമായിരിക്കും. ആ വെച്ചിരിക്കുന്ന നന്മയ്ക്കകത്ത് അനുവിന് ആരോഗ്യം വേണം, അല്ലെങ്കിൽ ബലം വേണം, ശക്തി വേണം, അതിനെ യുദ്ധം ചെയ്ത് നേരിടണമെങ്കിൽ. അപ്പോൾ അനുവിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അനു പറഞ്ഞു, ഞാൻ മനുഷ്യരോടല്ല, ഞാൻ കുതിരകളോടാണ് ഇനി ഞാൻ പൊരുതേണ്ടത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കുതിരശക്തി വേണം അല്ലേ? കുതിരയെക്കാട്ടിലും ശക്തി വേണം കുതിരയോട് പൊരുതണമെങ്കിൽ. അപ്പം മനുഷ്യനോട് പൊരുതണമെങ്കിൽ മനുഷ്യനെക്കാട്ടിലും ശക്തി വേണം, കുതിരയോട് പൊരുതണമെങ്കിലോ കുതിരയെക്കാട്ടിലും ശക്തി വേണം അല്ലേ? അപ്പോൾ അനുവിനോട് തന്നെ പറയാൻ തുടങ്ങി. അനു ഭയങ്കര മോട്ടിവേറ്റഡായി. സ്തോത്രം. അനുവിൻ്റെ വാഗ്ദത്തങ്ങൾ എടുത്ത്, അനു പണ്ട് കേട്ടൊരു വാഗ്ദത്തമുണ്ട്. അനു ഹൈവേയിലാണ് കർത്താവ് അനുവിനെ കയറ്റി നിർത്തിയിരിക്കുന്നത്. അനു എന്ത് ചെയ്തു? ഈ വാഗ്ദത്തങ്ങൾ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷീണിച്ചു പോകേണ്ടതിന് പകരം അനു ചെയ്ത കാര്യമുണ്ട്, അനുവിൻ്റെ വാഗ്ദത്തങ്ങളെ ഉയർത്തിപ്പിടിച്ചു. കണ്ടോ വചനം ഇവിടെ പറയുന്നത്, ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ വാഗ്ദത്തങ്ങൾ എന്നെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ആരെങ്കിലും ജീവിതത്തിൻ്റെ വഴികൾക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അവിടെയൊക്കെ തളർന്നു പോകുന്നുണ്ടോ? ക്ഷീണം വന്നോ, രോഗം വന്നോ, പ്രശ്നങ്ങൾ വന്നോ ഒക്കെ ഞാൻ തളരുന്നു കർത്താവേ എന്ന് പറയുന്നുണ്ടോ? അവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വാഗ്ദത്തം എടുത്ത് ഉയർത്തിപ്പിടിക്കുക. വാഗ്ദത്തം എന്ത് ചെയ്യുന്നു? ഇറ്റ് റിവൈവ്സ് മീ എന്നാ വചനം പറയുന്നത്. യുവർ പ്രോമിസ് റിവൈവ്സ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ ബോധം കെട്ട് കിടക്കുമായിരുന്നു.
കിടക്കുമായിരുന്നു. ഞാൻ എൻ്റെ പ്രശ്നത്തിനകത്ത് ഞാൻ തളർന്നു കിടക്കുമായിരുന്നു. ഞാനിനി എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് ആശ്വാസമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പം ഈ വാഗ്ദത്തം, നമ്മൾ ഒരു തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരിച്ചിരി തണുത്ത വെള്ളം എടുത്തിട്ട് മുഖത്തൊന്ന് തളിക്കും, അല്ലേ? മുഖത്ത് ആ തണുത്ത വെള്ളം അങ്ങോട്ട് തളിച്ച് ഇങ്ങനെ കുടഞ്ഞ് തളിച്ച് കഴിയുമ്പം എന്ത് പറ്റും? ആ ആളിങ്ങനെ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് അവരൊന്ന് കണ്ണൊക്കെ തിരുമി ഒന്ന് തുറന്ന് ദേ ഗെറ്റ് റിവൈവ്ഡ്, അല്ലേ? അവർക്ക് ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തു കഴിയുമ്പം അവരുടെ ആ ക്ഷീണമൊക്കെ മാറി അവരിച്ചിരി ബലത്തോടെ അവരൊന്ന് എഴുന്നേക്കും. തിരുവചനം സങ്കീർത്തനം 119 അത് തന്നെയാണ് പറയുന്നത്. എന്താ? യുവർ പ്രോമിസ് റിവൈവ്സ് മീ, ഇറ്റ് കംഫർട്ട്സ് മീ ഇൻ ഓൾ മൈ ട്രബിൾസ്. 50 എന്ന് വായിച്ച് 119:50. അങ്ങയുടെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം. ആമേൻ, സ്തോത്രം. അപ്പം എൻ്റെ കഷ്ടതയ്ക്കകത്ത് എനിക്ക് അങ്ങയുടെ ജീവിപ്പിക്കുന്ന വാഗ്ദത്തം എനിക്കൊരു ആശ്വാസമായി തീർന്നു. ഒരുപാട് ക്ഷീണിച്ച് തളർന്നൊക്കെ വരുമ്പം ആൾക്കാർ പറയത്തില്ലേ, ആ ഫ്രിഡ്ജിനകത്തുനിന്ന് ആ തണുത്ത വെള്ളം ഒന്നെടുത്ത് കുടിക്കുമ്പോൾ ഒന്ന് തണുക്കുമെന്ന്, അല്ലേ? അതിലും തണുപ്പും അതിലും ആശ്വാസവും പകരുന്നതാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്ന് എഴുതി വെച്ചിട്ട് കേട്ട തീയതിയും കർത്താവ് ഇടപെട്ട സമയങ്ങളും ആ വചനമായിരിക്കാം, ആ ദൂതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ആ വാഗ്ദത്തങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ട് അതിനെ വായിക്കണം, അതിനെ ഉറക്കെ വായിക്കണം, അതിനെ പിടിച്ച് വാ തുറന്ന് അതിനെ പറയണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഇത് എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങളാണ്. ഇത് ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും അങ്ങയുടെ വചനത്താൽ എന്നോട് പറഞ്ഞ ഈ വാഗ്ദത്തങ്ങൾ ഒന്നും മാറിപ്പോകത്തില്ല. സ്തോത്രം. എത്ര കല്ലിന്മേൽ ഉരുണ്ട് വന്നാലും ശേഷിച്ചില്ലെങ്കിലും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മാറിപ്പോകത്തില്ല. അതുകൊണ്ട് 2 കൊരിന്ത്യർ 1:20, 2 Corinthians chapter 1 verse number 20 വചനം ഇങ്ങനെ പറയുന്നു, for all of God's promises have been fulfilled in Christ with a resounding yes, and through Christ our amen, which means yes ascends to God for his glory. എന്ന് വായിച്ചേ 1:20. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ എങ്ങനെയാ? ആരില്ല? അങ്ങനെ പറയണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഉവെന്നും ആമേന്നും അല്ല പറയണ്ടേ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ ഉവെന്നും ആമേന്നുമാണ്. ഹല്ലേലൂയ. എൻ്റെ വാഗ്ദത്തങ്ങൾ സകലതും ഉവെന്നും ആമേന്നും അല്ല, അങ്ങനെയല്ല പറയണ്ടേ. എവിടെ അത് ഉവെന്നും ആമേന്നും ആയിത്തീരുന്നത്? ക്രിസ്തു യേശുവിൽ എൻ്റെ സകല വാഗ്ദത്തങ്ങളും ഉവെന്നും ആമേന്നും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ബൈബിളിന് അവരവരുടെ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, എല്ലാ വിശ്വാസിയുടെ കയ്യിലും ഇരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നോട്ട്ബുക്ക്. ബൈബിൾ വായിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ വാഗ്ദത്തം കേൾക്കുന്നതിനൊപ്പം നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ എഴുതി വെക്കണം, കർത്താവ് ഇത് നടത്തിയനായി സ്തോത്രം, ആമേൻ എന്ന് എഴുതി വെക്കണം. ഒരു വചനം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് എഴുതി വെക്കണം, ആമേൻ എന്ന് എഴുതി വെക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒറ്റ വാഗ്ദത്തം പോലും മാറിപ്പോകത്തില്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചിലപ്പം പലവരും അങ്ങനെ ചെയ്യുന്നവർ കാണും, എനിക്കറിയില്ല, ഒരുപാട് പേര് കാണും. ഞാൻ എൻ്റെ ബൈബിളിനകത്തൊക്കെ ഞാൻ വാഗ്ദത്തങ്ങളൊക്കെ പലതും ഞാൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെക്കും. എൻ്റെ സ്വപ്നങ്ങൾ എഴുതി വെക്കും. അത് ഓരോ കാലങ്ങളിൽ കർത്താവ് അത് ചെയ്ത് കഴിയുമ്പം ഞാനതിന് തീയതി വെച്ചിട്ട് ഞാൻ ടിക്കിട്ട് വെക്കും. എന്നുവെച്ചാൽ ഇത് കർത്താവ് ചെയ്തു തന്നു, ഇത് ഇത്രാം തീയതി അല്ലെങ്കിൽ ഈ വർഷത്തിൽ അതെനിക്ക് ചെയ്തു തന്നു എന്ന് പറഞ്ഞ് ടിക്കിട്ട് വെക്കും. എന്താണെന്നറിയോ? ക്രിസ്തു യേശുവിൽ സകല വാഗ്ദത്തങ്ങളും മാറിപ്പോകത്തില്ല. ക്രിസ്തുവേശുവിൽ സകല വാഗ്ദത്തങ്ങളും ഉവെന്നും ആമേന്നുമാണ്. ഹല്ലേലൂയ. എന്നിട്ടോ റോമാക്കാരുടെ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. അപ്പം നമുക്ക് ബലം വേണം, അല്ലേ? അതാ അനു കഴിഞ്ഞ ദിവസം ചെയ്തത്. അനുനോട് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അനു ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം അനുസരിക്കുന്നവരായിത്തീരണം. എങ്ങനത്തെ വചനമാണെന്നറിയോ? സത്യത്തിൻ്റെ വചനം, ഉയർച്ചയുടെ വചനം, അനുഗ്രഹത്തിൻ്റെ വചനം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വചനം. ഹല്ലേലൂയ. ക്രിസ്തു വാഴുന്ന വചനം. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം 15-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 15 verse number 14. Such things were written in the scriptures long ago to teach us, and the scriptures give us hope and encouragement as we wait patiently for God's promises to be fulfilled. അന്ന് വായിച്ച്
സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരുമാകുന്നു എന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. അല്ല, അതിനകത്ത് എല്ലാ വചനവും നമുക്ക് പ്രത്യാശയും എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. അതേതാ വചനം? 13. എന്നാൽ പ്രത്യാശ അല്ല, 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതി. ആ വാക്യം ഒന്നും കൂടെ വായിച്ച്. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുടെ. അപ്പൊ 3 കാര്യം ദൈവവചനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നു. ദൈവവചനത്തിനകത്തുനിന്ന് പുറത്തു വരുന്ന എന്താണ്? ഒന്നും കൂടെ വായിച്ച്. സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും. ഹല്ലേലൂയ. അപ്പം നമ്മൾ നമ്മളുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും തോറും എന്താ കർത്താവേ ഇത് നടക്കാത്തതെന്നല്ല ചോദിക്കേണ്ടത്. ദൈവവചനം എടുത്ത് വായിച്ചിട്ട് ദൈവവചനം വായിക്കും തോറും നമ്മളുടെ വാഗ്ദത്തത്തിനകത്തേക്ക് നമ്മൾ കയറുന്ന വഴിയിൽ നമുക്ക് സ്ഥിരതയും നമുക്ക് ആശ്വാസവും നമുക്ക് പ്രത്യാശയും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളുടെ ജീവിതത്തിനകത്ത് നിറവേറാൻ സമയമെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ ജോലി ഇതാണെന്നാ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ദൈവവചനത്തിനകത്ത് റോമാക്കാരുടെ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ നമ്മളുടെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറുന്ന ആ സമയങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ആ വൈകുന്തോറും ആ സമയങ്ങളിൽ പൗലോസ് പറയുവാണ്, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം. ഞാൻ പറയാം, ദൈവവചനം ഭക്ഷിക്കണം. ദൈവവചനം ഭക്ഷിക്കുമ്പം നമ്മളുടെ ആ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ഹോപ്പ്, നമുക്ക് എൻകറേജ്മെൻറ്റ്, നമുക്ക് ദീർഘക്ഷമ ലഭിക്കും. എന്തിനാണ്? ഈ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി. സ്തോത്രം. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. വാഗ്ദത്തങ്ങൾ ലഭിക്കണോ, വാഗ്ദത്തങ്ങൾ നിറവേറണോ, വാഗ്ദത്തങ്ങൾ വരുന്നതിൻ്റെ വഴിയിൽ കാലതാമസമുണ്ടോ, അതിൻ്റെ അകത്തൊക്കെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവവചനം ധ്യാനിച്ചാൽ മതി, ദൈവവചനം പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് കയറി ഒളിച്ചിരുന്നാൽ മതി. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിക്കാം. റോമൻസ് 4:20. അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അത് അബ്രഹാമിനെ കുറിച്ച്. അതിൻ്റെ 24 ഒന്ന് വായിച്ചേ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. അത് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. എന്താണ് ചെയ്തത്? അബ്രഹാമിനെ ദൈവം നീതിക്കായി കണക്കിട്ടു. ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ ദൈവം നീതിക്കായിട്ട് കണക്കിട്ടത് നമുക്ക് വേണ്ടി, അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടെ. അപ്പം വാഗ്ദത്തം കേട്ട അബ്രഹാം എന്ത് ചെയ്തു? നീതിയോടെ ദൈവസന്നിധിയിൽ നിന്നു. ആ നീതി എന്ത് ചെയ്തു? ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞാൽ, വാഗ്ദത്തത്തിനകത്തേക്ക് കയറുന്ന താമസം ഉണ്ടെങ്കിലും നമ്മൾ ഭാരപ്പെടേണ്ട. ഒരു വശത്ത് വചനധ്യാനവും മറ്റൊരു വശത്ത് ഞാൻ നീതിമാനാണെന്നും ഉള്ള ഉറപ്പും ധൈര്യത്തിലും ഇരിക്കുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ, ഐ ആം റൈച്ചസ്, ഹല്ലേലൂയ, ഈ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. സ്തോത്രം. ദൈവവചനത്തിനകത്ത് വേര് പിടിച്ച് നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഉവ്വെന്നും ക്രിസ്തു യേശുവിൽ എൻ്റെ സകല വാഗ്ദത്തങ്ങളും ഉവ്വെന്നും ആമേന്നും നാം വിളിച്ചു പറയുമ്പോൾ, ക്രിസ്തു യേശുവിനകത്തുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ നമ്മുടെ സ്വന്തമാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മറക്കല്ല്. ദൈവവചനവുമായിട്ട് ബന്ധം പുലർത്തണം. ഹല്ലേലൂയ. ദൈവവചനവും ആയിട്ട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കണം. ഈ ദൈവവചനത്തിനകത്തൂടെ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പം അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവവചനം നമ്മളെ ഉപദേശിക്കാനുള്ളതും ദൈവവചനം നമുക്ക് ആശ്വാസം പകരാനും
ഉള്ളതത്രേ. ഹല്ലേലൂയ. 2 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായത്തിനകത്ത് 16 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? തിരുവചനം അവിടെ പറയുന്നു, നമ്മൾക്ക് ദൈവവചനം ആശ്വാസം തരുന്നു, നമ്മളെ ബലപ്പെടുത്തുന്നു, നമ്മളെ സ്ട്രോങ് ആക്കുന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് വഴി കാട്ടിത്തരുന്നു, നമ്മളെ ഉപദേശിക്കുന്നു. അപ്പം ഏതൊരു സമയത്തും എവിടെ ക്ഷീണിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, ആ ക്ഷീണിച്ചു പോകുന്ന മേഖലകളിലൊക്കെ കർത്താവിൻ്റെ ഈ നല്ല വചനം എടുക്കണം. ബൈബിളിനകത്തൊക്കെ എഴുതി വെക്കണം, എൻ്റെ വാഗ്ദത്തങ്ങൾ ഇതാണെന്ന്. എവിടെയെങ്കിലും ദൈവവചനം സംസാരിച്ചോ അവിടെ തീയതി ഉൾപ്പെടെ എഴുതി വെച്ചിട്ട് പറയണം, കർത്താവ് എന്നോട് ഇടപെട്ട വചനമായത്, ഇത്രാം തീയതി ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പം എന്നോട് ഇടപെട്ടതാ, ഈ വചനം എനിക്ക് ഉറപ്പ് തന്നതാ. എവിടെയെങ്കിലും കർത്താവ് വചനം ഒരു പ്രോമിസ് തന്നിട്ടുണ്ടോ, നിന്നെക്കുറിച്ച് ഇങ്ങനെയാ എന്ന് പറഞ്ഞ് ഒരു വചനം തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഈയിടെ സിനിസിനോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, യാക്കോബിൻ്റെ കണ്ണ് പ്രകാശിച്ചതുപോലെ അല്ലേ ക്ഷീണം മാറി. അപ്പം ഒരു ദൈവവചനത്തിൽ വേര് പിടിച്ച ഒരു കുഞ്ഞ് അവിടെ എഴുതി വെക്കും, കർത്താവ് എന്നോട് ഇന്ന വചനത്തിലൂടെ ഇടപെട്ടു, എൻ്റെ ആ നിരാശ അല്ലെങ്കിൽ എൻ്റെ ആ ഭാരം എടുത്തു മാറ്റി. ഇങ്ങനെ എവിടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നോ അവിടൊക്കെ തീയതിയിട്ട് എഴുതി നമ്മൾ വെക്കണം, കർത്താവ് ഇങ്ങനെ ഇടപെട്ടു, ഈ വചനത്തിലൂടെ ഇടപെട്ടു. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു വായിക്കണം. ഹല്ലേലൂയ. ഇവിടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കർത്താവേ യഹോവേ നിൻ്റെ വാഗ്ദത്തം എന്നോടുള്ളത് നീ ഓർക്കണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ആശ്വാസം. എന്നിട്ട് പറയുക, നിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ക്ഷീണത്തിൽ എന്നെ ബലപ്പെടുത്തുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം കിടക്കുന്നത് ബൈബിളിനകത്താണ്. ബൈബിൾ വായിക്കും തോറും കർത്താവ് എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും, ശകലമല്ല സകല വാഗ്ദത്തങ്ങളും വെളിപ്പെടുകയും നമ്മുടെ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ പറയട്ടെ, യെരമ്യ പറഞ്ഞതുപോലെ വലിയ ആവേശത്തോടെ, വലിയ ദാഹത്തോടെ, വലിയ വിശപ്പോടെ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം. ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മുത്തുകളൊക്കെ പെറുക്കിയിട്ട് പറയണം, കർത്താവേ ഇത് എനിക്കുള്ളതാ, ഇത് എൻ്റേതാണ്. ഇത് ഉയർത്തിപ്പിടിക്കണം ദൈവസന്നിധിയിൽ. ആശ്വാസം പകരും, ബലം പകരും, നമ്മളുടെ ക്ഷീണത്തിനെ എടുത്തു മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രത്യേകമായി ബൈബിളൊന്നും വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി, ബൈബിൾ ഒരു ചടങ്ങ് പോലെ വായിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ പരിശുദ്ധാത്മാവ് ബൈബിൾ വായിച്ച് ധ്യാനിക്കുവാൻ, അതിനകത്തെ ഓരോ വാഗ്ദത്തങ്ങൾ പെറുക്കിയെടുക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാതെ പോകുന്നു. ക്ഷീണം കയറി വരുന്നു, ഉറക്കം വരുന്നു, സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഇനീസിയേഷൻ ഇല്ല, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ എനിക്കൊരു പ്രബോധനം കിട്ടുന്നില്ല ഒന്നിരിക്കാൻ എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ജനം ഹല്ലേലൂയ വചനമായിട്ട് ബന്ധമുണ്ടാകണം, ശക്തമായ ബന്ധമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളൻ വരുന്നത് കട്ടെടുക്കാൻ എന്ന് പറയുന്നു. ഞാൻ പറയാം, കട്ടെടുക്കുന്നത് വചനമായ വിത്തിനെയാണ് കട്ടെടുക്കുന്നത്. അങ്ങനെ കട്ടെടുത്തോണ്ട് പോകാതെ, സ്തോത്രം, വചനമായ വിത്ത് ജീവിതത്തിനകത്ത് ആശ്വാസം പകർന്ന്, വചനമായ വിത്ത് ജീവിതത്തിനകത്ത് വേര് പിടിച്ച്, വചനമായ വിത്തുമായിട്ട് കൂടെ ഇരുന്ന് ഈ വിത്തിനെ ഭക്ഷിക്കാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അവരവരുടെ വാഗ്ദത്തങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് ഈ നാളുകളിൽ വെളിപ്പെടുവാൻ, അത് നിവർത്തീകരിക്കുവാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അങ്ങയുടെ വചനം ആയ വാഗ്ദത്തങ്ങളും കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആശ്വാസം പകരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.